ഹായ്, അടിപൊളി ബസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളൊരു സ്പെഷ്യൽ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കൂട്ടാൻ ഉണ്ടാക്കാനാണ്. അപ്പം അത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് എന്തൊക്കെ സാധനങ്ങളെന്ന് നോക്കാം. അതേ ചക്കക്കുരു ആണ് കേട്ടോ. ഇതിപ്പോൾ സീസണല്ലേ, നമുക്ക് ചക്കക്കുരു ഇഷ്ടംപോലെ കിട്ടും. ചക്ക നന്നാക്കി ചക്കക്കുരു ഒക്കെ നമ്മൾ വെറുതെ വെച്ചിട്ട് നാശമായി പോകുന്നതാണ്. അപ്പം ഇത് ഭയങ്കര ഗുണമുള്ള സാധനമാണ് ചക്കക്കുരു. പണ്ട് കാലത്ത് ചക്കക്കുരു ന്റെ ഗുണങ്ങൾ ഇത്രയും അറിയില്ലായിരുന്നു. ഇപ്പൊ പറയുന്ന ഭയങ്കര ഗുണമാണെന്നാണ് ചക്കക്കുരു. പണ്ട് കാലത്ത് പിന്നെ ഇത് അറിയാണ്ട് തന്നെ ആൾക്കാർ ഇഷ്ടംപോലെ കഴിച്ചിരുന്നു. ഈ സീസണിൽ വേറെ ഒന്നും ഉണ്ടാവില്ല, ചക്കയും മാങ്ങയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് തന്നെയാണ് ആൾക്കാർ കഴിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ ഇതിന്റെ ഗുണങ്ങൾ അറിഞ്ഞപ്പോൾ ആൾക്കാർ കുറച്ചും കൂടി ഇതൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരിടയ്ക്ക് ഇതൊന്നും കഴിച്ചിരുന്നില്ല, ഒക്കെ മാറ്റി നിർത്തിക്കായിരുന്നു. ഇപ്പൊ ഇതൊക്കെ വീണ്ടും ഭയങ്കര ഗുണമുള്ള സാധനമാണെന്ന് പറഞ്ഞിട്ട് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചക്കക്കുരു, ഇരുമ്പമ്പുളി, ഇത് നമ്മുടെ വീട്ടിലുണ്ടായതാണ്. ഇതും വിഷമില്ലാത്ത സാധനമാണ്, ഭയങ്കര ഗുണങ്ങളുള്ളതാണ്. മറ്റേ അയണിൻ്റെ കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ള സാധനമാണ് ഇരുമ്പമ്പുളി. പിന്നെ നമുക്ക് അതിലേക്ക് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അരമുറി തേങ്ങയും ഒരു 1/2 ടീസ്പൂൺ ജീരകം, 4 ചുവന്നുള്ളി, ഒരു 4-5 പച്ചമുളക് നമുക്ക് അരയ്ക്കാനായിട്ട്. പിന്നെ അതേ പരിപ്പ്. അപ്പം നമുക്ക് ഈ പരിപ്പും ചക്കക്കുരും കൂടി ആദ്യം വേവിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ വറുത്തിടാനായിട്ട് കടുക്, ഉലുവ, മുളക്, 2 ചുവന്ന മുളക്, പിന്നെ കറിവേപ്പില. ഇത്രയാണ് ആവശ്യം. പിന്നെ വെളിച്ചെണ്ണ വറുത്തിടാൻ. നമുക്കിത് ആദ്യം തന്നെ ചട്ടി ഒന്ന് ഓണാക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഇരുമ്പമ്പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആദ്യം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. പരിപ്പ് ഞാൻ കഴുകി ഒന്ന് കുതിർത്തി ഒരു പിടി പരിപ്പ് വെള്ളം കൂട്ടാം. എന്താ വെച്ചാൽ ചക്കക്കുരു കൊഴുപ്പുള്ള കാരണം പരിപ്പ് വളരെ കുറച്ചെടുത്താൽ മതി. പരിപ്പ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ചക്കക്കുരുവിൻ്റെ ആ ഒരു ടേസ്റ്റിന് അത് മതി. എനിക്ക് പക്ഷെ പരിപ്പിൻ്റെ ഒരു ഇതും കൂടി വരുമ്പോൾ കുറച്ചും കൂടി ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് പരിപ്പ് ചേർക്കുന്നതാണ്. പരിപ്പ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. നമ്മളിത് ചക്കക്കുരു കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കഴുകി ഇതാക്കി വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ചക്കക്കുരുവിൻ്റെ ചുമന്ന തൊണ്ടൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. പണ്ടൊക്കെ നമ്മളിതൊക്കെ ചരണ്ടി കളഞ്ഞിരുന്നു. വളരെ ബുദ്ധിമുട്ട് അത് കളയാനായിട്ട്. അത് കളയേണ്ട ആവശ്യമില്ല, അത് ഗുണമുള്ള സാധനമാണ്. അപ്പം പിന്നെ അത് കളയണ്ടെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ 1/2 ടീസ്പൂണ് മുളക് പൊടി കേട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരണം. ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പരിപ്പ് തിളച്ച് തൂവാതിരിക്കാനും പെട്ടെന്ന് വെന്ത് കിട്ടാനും ആണ് വെളിച്ചെണ്ണ ഒഴിക്കണേ. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇനി നമുക്കിതൊന്ന് വെന്ത് വരണം. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഞാൻ സിമ്മിലാക്കി ഒരു മീഡിയം ഫ്ലെയിമിലാക്കണം കേട്ടോ. നമ്മൾ തിളയ്ക്കുന്ന വരെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് വെന്ത് വരട്ടെ. നമുക്കിപ്പോൾ ഈ തേങ്ങയും ജീരകവും ഉള്ളിയും പച്ചമുളകും കൂടി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ശരിക്കും ചക്കക്കുരും പരിപ്പും വെന്ത് വരുന്നുള്ളൂ. നമുക്കിത് അരച്ച് വയ്ക്കാം. നമ്മുടെ പരിപ്പും ചക്കക്കുരും ഒക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് ഇരുമ്പമ്പുളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇരുമ്പമ്പുളി ഒന്ന് വന്നാൽ വെന്തോടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ അരച്ചത് ചേർക്കാം. അതൊന്ന് തിളച്ച് വരട്ടെ. നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 സ്പൂൺ ഉപ്പുണ്ടാവും. ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. കല്ലുപ്പാണ് കേട്ടോ ഇട്ടേക്കണേ. ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം നമുക്ക്. അപ്പം അതേ ഇരുമ്പമ്പുളി ഇട്ടിട്ട് ഇരുമ്പുളിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് തേങ്ങ അരച്ച് വെച്ച് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ലേശം വെള്ളം കൂടി ആയിക്കൂടെ ചേർത്ത് കൊടുക്കുക. ഭയങ്കര കട്ടിയായിട്ടുണ്ട് കൂട്ടാൻ. അപ്പോൾ ലേശം വെള്ളം കൂടി. എല്ലാവരും ഇപ്പോൾ ചക്കക്കുരു ഇരുമ്പമ്പുളി നല്ല സീസണാണ്. അപ്പം ഇങ്ങനെ എന്നും എന്തെങ്കിലും കറി വെക്കണ്ടേ. അപ്പം ഇങ്ങനെയൊക്കെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കുക. ഇപ്പം എന്നും പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങി വെക്കാണ്ട് നല്ല നമുക്ക് നാടൻ സാധനം കഴിക്കുകയും ചെയ്യാം. വിഷമില്ലാണ്ട് നല്ല ടേസ്റ്റുള്ളൊരു കൂട്ടാനാണ്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് തിളച്ചാൽ നമുക്ക് വാങ്ങി വറുത്തിടാം കേട്ടോ. തേങ്ങയൊക്കെ ചേർത്ത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് ഞാൻ ചുരുക്കുന്നുണ്ട്. നമുക്കത് കുറച്ച് കറിവേപ്പില പച്ചക്ക് ഇട്ട് കൊടുക്കാം. ഇനി വാങ്ങി വെച്ചിട്ട് വറുത്തിടാം.
ചൂടാവട്ടെ, എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. അത് എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. ഞാൻ കടുകും ഉലുവയും മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് പൊട്ടി വരട്ടെ. അതേ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ സിമ്മിലാണ് കേട്ടോ വെച്ചേക്കണം. കടുക് പൊട്ടുമ്പോൾ എപ്പോഴും തീയൊന്ന് കുറച്ച് വെക്കണം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് അറിയിക്കുക, ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തി കൊടുക്കണം. എല്ലാവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതുപോലെയുള്ള കൂട്ടാനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ള കൂട്ടാനാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ കടുക് വറുത്ത് ഒഴിച്ചോളാം. ഇത് നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള നല്ലൊരു കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കൂട്ടാനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.